അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 192 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്നതുൻ വയകൂന അദ്ദീനു ലില്ലാഹ് ويكون الدين لله فإن انتهوا فلا عدوان إلا على الظالمين വഖാതിലൂഹും വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്റർ ആണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. അലിഫ് സ്വൈറയാണ് കൂടെ വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹത്തല ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. തൊണ്ടയുടെ മധ്യഭാഗമാണ് മഹ്റജ് വരുന്നത്, അവിടെ നിന്ന് തന്നെ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ കൊണ്ടുവരാം കേട്ടോ. ഹ ഹത്തൂൻ. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാഫിൻ്റെ കൂടെ വാവ് മദ്ദാണ് വന്നിട്ടുള്ളത്, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫിത്നതുൻ വയകൂൻ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. പിന്നെ ത കാഫ് എന്നീ 2 അക്ഷരങ്ങൾക്ക് സുക്കൂനാവുന്ന സമയത്ത് കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ട് കൊടുക്കണം. അപ്പോൾ താക്ക് ഇവിടെ ഹാഫ് സുക്കൂന് കൊടുക്കും വേണം, എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക കേട്ടോ. ഫിത്ന ഫിത്ന അതുപോലെ ഓതുക. ഫിത്നതുൻ വയകൂൻ. ഇവിടെ താക്ക് വൊമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബൗനയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിലുള്ള നൂനിനെ വാവിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഓതി കൊടുക്കുക. ലയിപ്പിക്കും ചെയ്യുക, അതോടൊപ്പം തന്നെ നന്നായിട്ട് മണിച്ചു കൊടുക്കും ചെയ്യുക കേട്ടോ. ഫിത്നതുൻ വ അതുപോലെ മണിച്ചു കൊടുക്കുക. ഫിത്നതുൻ വയകൂന അദ്ദീനു ലില്ലാഹ്. കാഫിൻ്റെ കൂടെ വാവ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദാലിന് ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. യാമദ്ദും കൂടെ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് കെസ്റ വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിൽ ലാമിനെ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക, താഴ്ത്തി ഉച്ചരിക്കുക കേട്ടോ. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്, ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. ഫഇൻ തഹൗ ഫലാ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ഫഇൻ തഹൗ അതുപോലെ ഓതുക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഫലാ ഉദ്വാൻ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെറ്റായ ഭാഗത്ത് വെക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഉദ്വാൻ അയിനിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുക കേട്ടോ. മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ദാല് കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് സുക്കൂനാവുന്ന സമയത്ത് ഫുൾ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുക്കുക. ഉദ്വാൻ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. വാവിൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ ശ്രദ്ധ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ല എന്ന് പറഞ്ഞിട്ട് മണിച്ചോതരുത്. ഇല്ല. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. അലദ്ദാലിമീൻ അതിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. വ ഇസ്തിഅലാൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്, അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. അലിഫ് സ്വഗീറയാണ് കൂടെ വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക. ഇനി അവസാനത്തിൽ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. الشهر الحرام بالشهر الحرام والحرمات القصاص. الشهر ഷീനിന് ശബ്ദ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. ഹ കൊൽക്കല ലെറ്ററില്ലാത്തതുകൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. അഷഹ്റു എന്ന് ഓതരുത്, അഷഹ്റു ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഓതുക കേട്ടോ. റോ വമ്മയാണ് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഹ
ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് കൊടുക്കരുത്. ഹെറോമു ബിശ്ശഹ്രിൽ ഹെറോം. ഷീനിന് ശ്രദ്ധ വന്നു, രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ഹാക്ക് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. കൊൽക്കൊല ലെറ്ററില്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഓതുക കേട്ടോ. റോ കെസറയാണ്, രീ എന്നുള്ള സൗണ്ട് കൊടുത്തിട്ട് ഓതുക. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഹ്റജ് വരുന്നത്. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക. റോ ഫതഹ ആയതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വൽ ഹുറുമാതു ഖിസാസ്. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ലാം ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുക കേട്ടോ. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. റോ വൊമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. മീമിൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വൽ ഹുറുമാതു ഖിസാസ്. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കിസ്റയാവുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ ബാക്ക് നമുക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഖാഫിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്യാനായിട്ട്. അലിഫ് മദ് വന്ന് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സ്വാദ് ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ സ്വാദിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. വൽ ഹുറുമാതു ഖിസാസ്. അതുപോലെ വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم. فمن اعتدى ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക. ഐൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലൈക്കും. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഫഅതദു. ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അതിൻ്റെ സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. ദാലിൻ്റെ കൂടെ വൗമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലൈഹി ബിമിസ്ലി മാ ഇർതദാ. അലൈഹി. അതിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ബിമിസ്ലി ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് വെച്ചിട്ട് കുറച്ച് എയർ പുറത്തോട്ട് പോകുന്ന സൗണ്ട് കൊടുക്കുക കേട്ടോ. നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് എയർ പാസ് ചെയ്യുന്ന സൗണ്ടും കൊടുത്തിട്ട് ലൈറ്റ് ആക്കിയിട്ട് പോകുക. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. ബിമിസ്ലി മാ ഇർതദൗ. മീമിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിനെ നമ്മൾ കൂട്ടി ഒതുമ്പോൾ കട്ട് ചെയ്യും. ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ടല്ലോ. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. മാ എന്ന് പറഞ്ഞിട്ട് നീട്ടിയിട്ട് ഓതരുത്. മാ ഇർതദാ. അതിൻ്റെ സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലൈക്കും. അതിൻ്റെ സൗണ്ടിന് തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അലൈക്കും നോതരുത്. അലൈക്കും. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് മീമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. വത്തഖുല്ലാഹ വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. വത്തഖുല്ലാഹ്. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണല്ലോ. ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. വാവുമദ് കൂടെ വന്നിട്ടുണ്ട്. ആ മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട്. അപ്പോൾ മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ അല്ല വൊമ്മയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവ്വാ എന്നുള്ള നാമത്തിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഫത്തഖുല്ലാഹ വഅലമൂ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ഐനിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക കേട്ടോ. കൊൽക്കല ലെറ്ററല്ലല്ലോ. അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. മീമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. വഅലമൂ അന്നല്ലാഹ്. അതുപോലെ ഓതുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അഖ്മൽ ഉന്നനാണ്. നന്നായിട്ട് മണിക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ
മുന്നേയുള്ള അക്ഷരത്തിന് ഫത്തഹയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവ്വ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. മഅൽ മുത്തഖീൻ, അയിനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. അയിന് ചിലരൊക്കെ ഓതുന്ന സമയത്ത് ഹംസയുടെ സൗണ്ടായി കേൾക്കാറുണ്ട്, ശ്രദ്ധിച്ചിട്ട് ഓതുക കേട്ടോ. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. താക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കരം കൊടുക്കണം. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കെസ്റയാവുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് തഫീം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഖാഫിൻ്റെ സൗണ്ടിന് ക്ലിയർ ആക്കുക കേട്ടോ. ഇനി അവസാനത്തിൽ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൊണ്ട് ഇത് നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.